സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ മക്കയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിശാലമായ ഒരു താഴ്വരയത്രേ അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നർത്ഥം. ഈ സ്ഥലത്തിന് ഈ പേര് പറയപ്പെടാനുണ്ടായ കാരണം ചരിത്രകാരന്മാർ പറയുന്ന ഒരഭിപ്രായം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വ റളിയല്ലാഹു അൻഹായും സ്വർഗത്തിൽ വിലക്കപ്പെട്ട കനി പറിച്ച് ഭക്ഷിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇരുവരും ഭൂമിയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിലാണ് എത്തപ്പെട്ടത്. അവസാനം വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് കൂടിയ പരസ്പരം കണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥലമെന്ന അർത്ഥത്തിലാണ് അറിഞ്ഞു എന്ന അർത്ഥത്തിൽ ഈ സ്ഥലം അറിയപ്പെടാനുണ്ടായ കാരണം. അറഫയിലുള്ള സംഗമം ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അറഫയിൽ സംഗമിക്കാത്തവർക്ക് ഹജ്ജില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അൽ ഹജ്ജു അൽ അറഫ, പ്രവാചകൻ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിലാണ്. അറഫയിലുള്ള സംഗമമാണ്. അവിടെ ഒരു സെക്കൻഡ് സമയമെങ്കിലും എല്ലാ ഹാജിയും അവിടെ നിൽക്കൽ നിർബന്ധമാണ്. അറഫയിൽ സംഗമിക്കാത്തവർക്ക് ഹജ്ജില്ല. അതുകൊണ്ട് തന്നെ വിവിധ രോഗങ്ങളാലും അപകടങ്ങളാലും അംഗവൈകല്യങ്ങളാലുമൊക്കെ ആശുപത്രികളിലും ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ കഴിയുന്ന എല്ലാ രോഗികളെയും ആംബുലൻസിലും മറ്റുമൊക്കെ സൗദി ഗവൺമെൻറ് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുന്നു. സൗദി ഗവൺമെൻറ് ചെയ്യുന്ന ഈ സേവനത്തിന് അള്ളാഹു വലിയ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമമാണ് അറഫയിലുള്ള സംഗമം. ലോകത്തിലെ 200ഓളം വരുന്ന രാഷ്ട്രങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ദശലക്ഷക്കണക്കായ ഹാജിമാർ പ്രതിശാലമായ അറഫ മൈതാനിയിൽ ഒന്നായി സംഗമിക്കുന്ന ആ കാഴ്ച നയനമനോഹരമാണ്. ഇതുപോലൊരു സംഗമം, ഒത്തുകൂടൽ, ഒരു സമ്മേളനം ഇസ്ലാമിനല്ലാതെ ലോകത്ത് ഒരു മതത്തിനുമില്ല. ഇത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദേശ, ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ രാജാവും പ്രജയും മുതലാളിയും തൊഴിലാളിയും വെളുത്തവനും കറുത്തവനും ഉയരം കൂടിയവനും ഉയരം കുറഞ്ഞവനും എന്നു വേണ്ട സർവരും തോളോട് തോളരുമി സംഗമിക്കുന്ന മഹാസമ്മേളനമാണ് അറഫയിലുള്ള സംഗമം.